എപ്പിസോഡിന്റെ തുടക്കത്തിൽ വളരെ സാഹസികമായി കുന്നിന് മുകളിലെത്തിയ ഈതനെ അവിടെ ചിലർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതറിയാതെ റസ്റ്റൊക്കെ എടുത്ത് ശേഷം എഴുന്നേറ്റ് നടക്കുന്ന ഈതന് പിന്നിൽ കൂടി മിന്നൽ വേഗത്തിൽ എന്തോ ഒന്ന് ഓടുകയാണ്. ഭയന്ന് അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യുകയാണ് ഈതൻ. ആ പരിസരത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഈതൻ അതോടെ തലങ്ങും വിലങ്ങും ഷൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ഈതന്റെ മുന്നിലൂടെയും പിറകിലൂടെയും ഒക്കെ ഓടുന്ന അവ്യക്തമായ ആ രൂപങ്ങളിലൊന്ന് ഈതന്റെ കയ്യിൽ ഒരു മുറിവ് ഉണ്ടാക്കി വിട്ടിരുന്നു. വേദനയോടെ ആ മുറിവ് നോക്കുന്ന ഈതൻ ധൈര്യം കൈവിടാതെ വീണ്ടും ഷൂട്ട് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ എന്തിന്റെയോ ദേഹത്ത് തന്റെ ബുള്ളറ്റ് തറച്ചത് മനസ്സിലാക്കുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ രാത്രി ഏറെ വൈകി ബെന്നിനെ വീട്ടിൽ കൊണ്ടുവിടാൻ വന്ന എമി രാവിലെ 7 മണിക്ക് തനിക്കും തന്റെ ഫ്രണ്ട്സിനൊപ്പം സ്കൂളിലേക്ക് വരാൻ ബെന്നിനെയും വിളിക്കുകയാണ്. അത് സമ്മതിച്ച് വീട്ടിലേക്ക് പോകാൻ പോകുന്ന ബെന്നിനെ പിടിച്ചു നിർത്തി കിസ്സും ചെയ്ത് വിടുകയാണ് എമി. എന്താലേ ഓസിന് കിട്ടിയ കിസ്സിൽ ഒന്നമ്പരുന്ന ബെൻ വീട്ടിലേക്കും കയറി പോവുകയാണ്. വീട്ടിൽ ആലോചനയിൽ മുഴുകി നിൽക്കുന്ന തെരേസയെ കണ്ട് ഈതൻ എവിടെയെന്ന് തിരക്കുകയാണ് ബെൻ. ഡാഡ്, ഈ കേസ് ഉടനെ തീർക്കാനുള്ള പരിപാടിയില്ല, നമുക്കുടനെ സിയാറ്റിലേക്ക് പോകാം എന്ന് ബെന്നിന് മറുപടി നൽകി വിടുകയാണ് തെരേസ. ഈ സമയം കാട്ടിൽ ഏതോ ജന്തു കീറിവിട്ട കയ്യിലെ മുറിവിൽ വേദന കൊണ്ട് നോക്കി നിൽക്കുന്ന ഈതൻ ആ മുറിവ് കഴുകി ബവാളി നൽകിയ ഡക്ട് ടേപ്പ് ഒട്ടിച്ച് തളർച്ചയോടിരിക്കുകയാണ്. ഈതന് ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കാത്ത വിധം ആ ചുറ്റുപാടുകൾ അയാളെ ഭയപ്പെടുത്തുകയായിരുന്നു. ആ സീൻ അവിടെ കട്ടായിട്ട് പിറ്റേ ദിവസം രാവിലെ ഉറക്കം ഉണർന്നു വരുന്ന തെരേസ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ബെന്നിനെ കണ്ട് ഇത്ര രാവിലെ ഒരുങ്ങിയ കാര്യം തിരക്കുമ്പോൾ താൻ അവിടെ എമിക്കും മറ്റു ഫ്രണ്ട്സിനൊപ്പം സ്കൂളിലേക്ക് പോവുകയാണെന്ന് അറിയിക്കുകയാണ് ബെൻ. അത് കേട്ട് താൻ ബെന്നിനെ സ്കൂളിൽ കൊണ്ട് വിടാമെന്നും അവിടെ ആരോടും ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഓർമ്മയില്ലെന്നും ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടെന്നിരിക്കവേ ആരൊക്കെയാ നമ്മുടെ റിയൽ ഫ്രണ്ട്സ് എന്നുപോലും തിരിച്ചറിയാനായിട്ടില്ലെന്ന് മകനോട് ചൂടാവുകയാണ് തെരേസ. പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറല്ലാത്ത ബെൻ, മോം ഇവിടെ എങ്ങനെ വീട്ടിലിരുന്ന് എന്തെങ്കിലും മാജിക്ക് സംഭവിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? എനിക്ക് വയ്യത് എന്ന് ദേഷ്യത്തിൽ പുറത്തേക്ക് പോവുകയാണ്. ബെൻ പോയതോടെ തലേന്ന് തനിക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ഓർഡർ കാണുന്ന തെരേസ അതും എടുത്ത് ടൈം പാസിന് അവിടെ ജോലിക്ക് പോകാനുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ഈവൻസിന്റെ മാപ്പൊക്കെ നോക്കി ബോയ്സിലേക്ക് എത്താനുള്ള പുറപ്പാടിൽ മുന്നോട്ടുള്ള തന്റെ യാത്ര തുടരുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ സ്കൂളിൽ എമിക്കൊപ്പം നിൽക്കുന്ന ബെൻ അവിടെ എല്ലാവരും തന്നോട് നല്ല രീതിയിൽ ഇടപെടുന്നത് കണ്ട് ഇതിനു മുൻപ് താൻ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ ആരും കണ്ട ഭാവം പോലും നടിച്ചിരുന്നില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ എല്ലാം വ്യത്യസ്ത, ഇവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചാ എന്ന് പറയുകയാണ് എമ്മി. പെട്ടെന്ന് റേഡ്, ക്യാരി എന്നീ 2 വിദ്യാർത്ഥികൾക്കൊപ്പം ബെന്നും ഓറിയന്റേഷൻ റൂമിലേക്ക് ചെല്ലാനുള്ള അനൗൺസ്മെന്റ് അവിടെ മുഴങ്ങുകയാണ്. അതോടെ ബെന്നിന് കവിളിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഗുഡ് ലക്ക് വിഷ് ചെയ്ത് പോവുകയാണ് എമി. അതേസമയം റിയൽട്ടർ ആയിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വന്ന തെരേസയെ സ്വീകരിക്കുന്ന ബിൽ എന്ന ആൾ നിയമലംഘനത്തിന് കൊല്ലപ്പെട്ട പീറ്ററിന്റെ പോസ്റ്റാണ് തെരേസയ്ക്ക് ഈ ലഭിച്ചത് എന്നറിയിച്ച് തെരേസയ്ക്കുള്ള ഫസ്റ്റ് ക്ലയന്റിന്റെ ഫയൽ നൽകുമ്പോൾ അതിൽ കോണ്ടാക്ട് നമ്പറോ ഒന്നുമില്ലാതെ താൻ എന്തോ ചെയ്യാനാണെന്ന് തിരക്കുകയാണ് തെരേസ. അയാൾക്ക് ആക്സിഡന്റിൽ ഫോൺ നഷ്ടമായെന്നേ, പക്ഷെ ഹോസ്പിറ്റലിൽ പാം അയാളെ നല്ലപോലെ കെയർ ചെയ്തിട്ടുണ്ട്. ഇനി അയാൾക്ക് ഇവിടെ ഒരു വീടാണ് വേണ്ടത്, നീ വേണം അയാൾക്ക് ഇവിടെ ഒരു വീട് കൊടുക്കാൻ, അതോടെ നിനക്ക് ഒരു ഗോൾഡ് സ്റ്റാറും കിട്ടും എന്ന് തെരേസയുടെ ജോലി അതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഈ ജോലി നിനക്ക് കിട്ടാൻ കാരണമായ നിന്റെ ഭർത്താവിനോട് താങ്ക്സ് പറഞ്ഞേക്ക് കേട്ടോ എന്ന് ചിരിച്ച് കൂളായി ബിൽ പോകുമ്പോൾ ഇത് എന്തൊരു സ്ഥലം എന്ന് വല്ലായ്മയിൽ നിൽക്കുകയാണ് തെരേസ. മറുവശത്ത് ഓറിയന്റേഷൻ റൂമിൽ വരുന്ന ബെൻ അവിടെയുള്ള മറ്റു 2 കുട്ടികളെയും കണ്ട് തങ്ങൾക്കെല്ലാം ഓരോ നമ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ബെന്നിന്റെ നമ്പർ 111 ആയിരുന്നു. മറ്റു 2 പേരുടെയും യഥാക്രമം 109, 110 എന്നിങ്ങനെയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു പ്രൊജക്ടറൊക്കെ ആയിട്ട് വരികയാണ് മെഗൻ. ഒരു വശത്ത് കാട്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഒരു കവാടം കാണുന്ന ഈതൻ മാപ്പ് എടുത്ത് അതൊരു ഗ്രീക്ക് ചർച്ചാണെന്ന് മനസ്സിലാക്കി താൻ ബോയ്സിലേക്കുള്ള കറക്റ്റ് പാതയിലാണെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് പ്രൊജക്ടറിൽ തങ്ങളുടെ ആദ്യ ഓറിയന്റേഷൻ കംപ്ലീറ്റ് ചെയ്ത 3 കുട്ടികളുടെ ഫോട്ടോസ് കാണിക്കുന്ന മെഗൻ അവരുടെ പോലെ 111 സ്ഥാനത്ത് ഇനി ബെന്നിന്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോസ് വരുമെന്നും ഇപ്പോൾ ഒഫീഷ്യലി ബെൻ വരെയുള്ള എല്ലാവരും വേവർഡ് പോയിന്റ്സിലെ ഫസ്റ്റ് ജനറേഷൻ ആണെന്നും അതിൽ എല്ലാവർക്കും അഭിമാനിക്കാമെന്നും പ്രസംഗിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ ഇവർ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ കാര്യം തിരക്കുകയാണ് ബെൻ. അതിന് ഇത് സത്യങ്ങൾ അറിയാനുള്ള സമയമായെന്ന് നിൽക്കുകയാണ് മെഗൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഹോസ്പിറ്റലിൽ ജോൺസൺ എന്ന തന്റെ ആദ്യ ക്ലയന്റിനെ കാണാൻ വരുന്ന തെരേസ അയാളോട് സംസാരിച്ചു തുടങ്ങുന്നതും താൻ ഇവിടെ ആദ്യമായി എത്തിയപ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലാണ് അയാളും എന്ന് മനസ്സിലാക്കി
നിങ്ങളിപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം. ഞാനും ഒരു ആക്സിഡൻറ്റ് പറ്റി ഇവിടെ എത്തിയതാ എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് നിങ്ങളും കണ്ടായിരുന്നോ? ഞാൻ ചിലത് കണ്ടു. നമ്മളോടൊക്കെ അവർ ചെയ്തത്, ആ നേഴ്സ് അവരും അവിടെ ഉണ്ടായിരുന്നു എന്ന് അയാൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ക്യാമറാസും മൈക്സും ഉള്ളത് തെരേസ ഓർക്കുന്നത്. അതോടെ അയാൾക്കരികിൽ ചെന്നിരിക്കുന്ന തെരേസ, ഹേ, ഈ സ്ഥലം അത്ര സേഫ് അല്ല, വളരെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് പതുക്കെ പറ, എന്താ നിങ്ങൾ കണ്ടത് എന്ന് തിരക്കുമ്പോൾ അവർക്ക് പുറകിലെത്തിയ നഴ്സ് പാം, ഓ, നിനക്ക് പീറ്ററിൻ്റെ ജോലി കിട്ടിയല്ലേ, പീറ്ററിൻ്റെ പോലെ മണ്ടത്തരമൊന്നും നീ ചെയ്യില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് താക്കീത് പോലെ പറഞ്ഞിട്ട് പോവുകയാണ്. അത് കേട്ട് ഒരു വീട് കാണാൻ പോകാമെന്ന് ഫോട്ടോ കാണിച്ച്, ഇത് നല്ല വീടാ, നല്ല പ്രൈവസിയൊക്കെ ഉണ്ട് എന്ന് തെരേസ നിൽക്കുമ്പോൾ കാര്യം മനസ്സിലാക്കി അവിടുന്ന് പോകാമെന്ന് സമ്മതിക്കുകയാണ് ജോൺസൺ. ഈ സമയം ഓറിയന്റേഷൻ റൂമിൽ വേവഡ് പൈൻസിന്റെ ഒരു ഫോട്ടോ കാണിക്കുന്ന മെഗൻ അത് 14 വർഷം മുൻപെടുത്ത ഫോട്ടോ ആണെന്നും മറ്റൊരു ഫോട്ടോ കാണിച്ച് ആ ഫോട്ടോയുടെ കോർണറിലുള്ള എന്തോ ഒന്നിന്റെ രൂപം ശ്രദ്ധിച്ചായിരുന്നോ എന്ന് നിൽക്കുകയാണ്. അത് കണ്ടു എന്ന് അവർ ഇരിക്കുമ്പോൾ, ഇതാണ് ഇവർ ഉണ്ടെന്നുള്ളതിന്റെ നമുക്ക് കിട്ടിയ ആദ്യ തെളിവ് എന്നറിയിക്കുകയാണ് മെഗൻ. ആരുണ്ടെന്ന്, ആരുടെ കാര്യമാ ഇവർ ഈ വളച്ചുകെട്ടി പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാതെ ബെൻ തിരക്കുമ്പോൾ 3 മാസങ്ങൾക്ക് മുൻപെടുത്ത മറ്റൊരു ഫോട്ടോ കാണിക്കുന്ന മെഗൻ, ഇവരാണ് ആബീസ് അല്ലെങ്കിൽ ആബറേഷൻസ്, ജനറ്റിക് മ്യൂട്ടേഷൻസ് സംഭവിച്ചതുകൊണ്ടുണ്ടായവ. ഇപ്പോൾ ഈ ലോകത്തുള്ള ഒരേ ഒരു ശക്തരായ മാംസബുക്കുകൾ. ഒരു ആബിക്ക് എത്ര വലിയ ആംഡ് സോൾജിയറിനെ പോലും മിനിറ്റുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഐസൊലേറ്റഡ് ആയി ജീവിക്കണം. ഇവർ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറുള്ളത്. ആ കൂട്ടത്തിന് മുൻപിൽ നമ്മൾ ചെന്നുപെട്ട പിന്നെ അതിജീവിക്കുക എന്നത് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ ഈ ജീവിവർഗം നമ്മൾ ക്രൂരമൃഗങ്ങൾ എന്ന് കരുതുന്ന വന്യമൃഗങ്ങളെക്കാൾ അപകടകാരികളാണെന്ന് വിവരിക്കുകയാണ്. ഈ സമയത്താണ് തന്നെ പിന്തുടരുന്നത് എന്താണെന്നറിയാൻ പോകുന്ന വഴിയിൽ കാണുന്ന ഒരു ചത്ത മാനിനെ കണ്ട ഈതൻ അതിനെ വലിച്ചെടുത്ത് താൻ കേൾക്കുന്ന ആ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളെ ലക്ഷ്യം വെച്ച് കെണിയൊരുക്കാൻ പോകുന്നത്. അതോടെ കൂട്ടത്തോടെ ഈതന് പിന്നാലെ വരികയാണ് ആബീസ്. പക്ഷികളുടേതുപോലെ കൂർത്ത ആബീസിന്റെ നഖം ഒറ്റ ഒരു കീറലിന് തന്നെ ഇരയെ കൊല്ലാനും മാത്രം കരുത്തുള്ളതാണെന്നും കൂർത്ത ചെവികൾ ശക്തമായ കേൾവിശക്തി ഉള്ളതാണെന്നും ഇവറ്റകളുടെ മണം പിടിക്കാനുള്ള കഴിവ് സാധാരണ ഒരു മനുഷ്യനേക്കാൾ 100 മടങ്ങ് കൂടുതലാണെന്ന് വിവരിക്കുന്ന മെഗൻ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ജനിതക മാറ്റം വന്നുണ്ടായതല്ല ആബീസ് എന്നും കൂടി വിവരിക്കുകയാണ്. ഈ സമയം ചത്ത മാനിനെ കെണി ഒരുക്കി വലിയൊരു മരത്തിന്റെ മറവിൽ ഒളിഞ്ഞുകിടന്ന് ഈ ആബീസിനെ നേരിട്ട് കാണുകയാണ് ഈതൻ. അതേസമയം ക്ലാസ്സിൽ കുരങ്ങനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ മനുഷ്യരിൽ നിന്നുള്ള പരിണാമമാണ് ഈ ആബീസ് എന്നും, അതായത് ഇന്നത്തെ നമ്മളെ പോലുള്ള മനുഷ്യന്മാർക്ക് ഒരുപാട് കാലങ്ങൾ കൊണ്ട് ജനിതക മാറ്റങ്ങൾ വന്നുണ്ടായവയാണ് ഈ ആബീസ് എന്നും ക്ലാസ് എടുക്കുകയാണ് മെഗൻ. ശേഷം അന്ന് ലഞ്ച് ബ്രേക്കിൽ താൻ ഇന്ന് ക്ലാസ്സിൽ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നിരിക്കുന്ന ബെൻ, ഈ ആബീസ് ഇതുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ വരുന്നതിന് മുമ്പ് കേട്ടിട്ടില്ലല്ലോ, എന്നാലും പകൽ സമയം ഇവറ്റകൾ ഈ ഐഡഹോയിൽ ചുറ്റിത്തിരിയുന്നു എന്നൊക്കെ പറഞ്ഞാ നമ്മളിപ്പോൾ ഐഡഹോയിലല്ലേ എന്നൊക്കെ എമിയോട് സംശയം ചോദിച്ചിരിക്കുകയാണ്. അതിന് മിസ്സിസ് ഫിഷർ പറയുന്നതെല്ലാം സത്യമാണെന്ന് ബെന്നിന് മനസ്സിലാവുമെന്ന് മറുപടി നൽകുകയാണ് എമി. ഒരു വശത്ത് ഇവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ തിരിച്ചറിഞ്ഞ് ഇനി അവയെ നേരിടാം, നാട്ടിലേക്കെന്ന് ലക്ഷ്യം വെച്ച് ഓടുകയാണ് ഈതൻ. ഈ സമയം ലഞ്ച് ബ്രേക്കിന് ശേഷം ഓറിയന്റേഷൻ റൂമിൽ എല്ലാവർക്കും ഓരോ കോയിൻ കൊടുക്കുന്ന മെഗൻ, ഈ കോയിൻസിന് ഇപ്പോൾ വാല്യൂ ഇല്ല, പക്ഷെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരങ്ങളുണ്ട് എന്നവരെ അറിയിക്കുകയാണ്. അതേസമയം ജോൺസണിനെ പുതിയ വീട് കാണിക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന തെരേസ ഈ വീട് കണ്ടിട്ട് ഇത് പണിതിട്ട് 12 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴാണ് ആ വീട്ടിലും ക്യാമറാസും മൈക്സും കാണുന്നത്. അങ്ങനെ ആ വീടിന്റെ പുറകുവശമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് തെരേസ. മറുവശത്ത് കാട്ടിലാവട്ടെ ഒരു പഴകിയ ബോർഡ് കാണുകയാണ് ഈതൻ. അത് ബോയ്സി നഗരം നാമാവിശേഷമായതുപോലെ പഴകി തുരുമ്പിച്ച ബോയ്സി നഗരത്തിന്റെ ബോർഡായിരുന്നു. ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ഈതൻ. ഈ സമയം ക്ലാസ്സിൽ ഇത്രയും പഴകിയ കോയിൻ റോമൻ കാലഘട്ടത്തിലേതാവല്ലോ ആവുമെന്ന് ആ കോയിൻ പരിശോധിക്കുന്ന ബെൻ അതിൽ വർഷം 2095 എന്ന് കണ്ട് കിളി പോയിരിക്കുകയാണ്. ഇതെങ്ങനെ ശരിയാവും എന്ന് ബെൻ സംശയം തിരക്കുമ്പോൾ, നമ്മളിൽ പഴയ കോയിൻസ് ഒക്കെ ശേഖരിക്കുന്ന ശീലമുള്ളവർ കണ്ടിട്ടുണ്ടാവില്ലേ പഴകിയ നാണയങ്ങൾ,
മുൻ ഭാഷയിലുണ്ടായിരുന്ന ഞാനും കണ്ടിട്ടുണ്ട് 5 വയസ്സ് വരെയുള്ള കോയിൻസ്. ഇത് പക്ഷെ 2014 ജീവിക്കുന്ന ബെൻ എങ്ങനെ 2095 കോയിൻ ഇത്രയും പഴകിയ രീതിയിൽ കാണും? നമുക്ക് നോക്കാമേ. എന്ത് സാധ്യമാവില്ല എന്ന് ആലോചിക്കാതെ കാണുന്ന കാര്യങ്ങളിലെ ഫാക്ട്സ് മനസ്സിലാക്കാൻ നോക്കു ബെൻ. നീ ഇപ്പോ എവിടെയാണെന്നാ കരുതുന്നേ എന്ന് മെഗൻ ചോദിക്കുന്നതിന് വേവഡ് പൈൻസ് ഐഡഹോ എന്നിരിക്കുകയാണ് ബെൻ. ഇവിടെ വരുന്നതിന് മുൻപുള്ള നിന്റെ അവസാന ഓർമ്മ എന്തായിരുന്നു എന്ന മെഗന്റെ അടുത്ത ചോദ്യത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായതും പിന്നെ ഇവിടെ ഉണർന്നതും എന്നിരിക്കുകയാണ് എല്ലാവരും. ആ ആക്സിഡന്റിന് ശേഷം ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസമായിരുന്നു നിങ്ങൾ ബോധരഹിതരായത് എന്ന് തോന്നുന്നോ? പക്ഷെ അല്ല കേട്ടോ. നിങ്ങളുടെ ആക്സിഡന്റ് അത് ശരിക്കും ഒരു ആക്സിഡന്റ് അല്ലായിരുന്നു. പകരം നിങ്ങളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു പുതിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ. അതായത് ഒരിക്കൽ നിങ്ങൾക്ക് അറിയാമായിരുന്ന ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ലോകത്തിലേക്ക്, ആബീസ് ഭരിക്കുന്ന ലോകത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ആബീസ് അവർ ഒറ്റ ദിവസം കൊണ്ട് മനുഷ്യനിൽ നിന്ന് ആബീസ് ആയതല്ല. നിങ്ങളിപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന കോയിൻസ് ഇല്ലേ, അത് ശരിക്കും ഒരുപാട് പഴക്കമായത് തന്നെയാണ്. അതായത് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് അവസാന മനുഷ്യനും മരണപ്പെടുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നതാണ് ഈ കോയിൻസ്. അതെ, ഇത് വർഷം 2014 അല്ല, വർഷം 4028 ആണ് എന്ന് മെഗൻ പറയുമ്പോൾ പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്തിലെ കോയിൻസ് ഒക്കെ ഫോട്ടോസിലോ മ്യൂസിയത്തിലോ നമ്മൾ കണ്ടിട്ടുള്ള പോലെ കുരങ്ങനിൽ നിന്ന് മനുഷ്യന് ജനിതകമാറ്റം ഉണ്ടായതുപോലെ 2098 മ്യൂട്ടേഷന്റെ ഫലമായി ലോകത്തിലെ മനുഷ്യവംശം മുഴുവൻ ഇല്ലാതെയായി ആബീസിനെ കൊണ്ട് നിറഞ്ഞു എന്നും ആബീസിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷിക്കുന്ന ഏതാനും ആളുകളാണ് ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വേവഡിൽ ഉള്ളതെന്നും പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ബെന്നും മറ്റു വിദ്യാർത്ഥികളും. മറുവശത്ത് താൻ മാപ്പൊക്കെ നോക്കി ഇത്ര കഷ്ടപ്പെട്ടെത്തിയ ബോയ്സി നഗരം ആളും അനക്കവുമില്ലാതെ ഏതോ പുരാതന കാലത്തെ പോലെയുള്ള കോലത്തിലായത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഈതൻ. എന്താലേ? ഈ സമയം ജോൺസണിന് ഒപ്പം നിൽക്കുന്ന തെരേസ അവിടെയുള്ള വാഷിംഗ് മെഷീൻ ഓൺ ആക്കി ആ ഒരു ഇരപ്പിൽ ഇവിടെ എല്ലായിടത്തും ക്യാമറാസും മൈക്സും ഉണ്ടെന്നും തങ്ങളെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ടെന്നും സൂചിപ്പിച്ച് അയാൾക്ക് പറയാനുള്ളത് ചോദിക്കുകയാണ്. അപകടത്തിന് ശേഷം കണ്ണു തുറന്ന അയാൾ ജനൽ പോലെ പക്ഷെ ഇടുങ്ങിയ എവിടെയോ ആയിരുന്നു താൻ എന്ന് പറയാൻ തുടങ്ങുകയാണ്. മറുവശത്തെ ക്ലാസ്സിൽ 2014 നിന്ന് തങ്ങൾ 4028 എന്നത് എങ്ങനെയെന്ന് വിവരിക്കാൻ നിൽക്കുന്ന മെഗൻ സ്ക്രീനിൽ ഒരു എലിയെ കാണിച്ചുകൊണ്ട് ആ ഒരു എലി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു മഞ്ഞുകാലം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതും സാധ്യമാണെന്ന് പറയുകയാണ്. നമ്മുടെ ചാനൽസിൽ തന്നെ ചെയ്ത ഏലിയൻ ഫിലിം സീരീസിലും 8099 ഒക്കെ കണ്ട ആസ്ട്രോനോട്സിനെ ഒക്കെ തങ്ങളുടെ ബോഡി ഫങ്ഷൻസ് ലിമിറ്റ് ചെയ്ത് പ്രായം കൂടാതെ വർഷങ്ങൾ ഉറങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ഹൈപ്പർ സ്ലീപ്പ് ഹൈബർനേഷൻ ചേമ്പേഴ്സ് പോലുള്ള ടെക്നോളജിയെ പറ്റി ഇവിടെ അവർ സംസാരിക്കുകയാണ്. ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീനിന്റെ ഫ്രണ്ട് ഡോർ ഗ്ലാസ് ഒക്കെ പോലെ ഒരിടുങ്ങിയ ഹൈബർനേഷൻ ചേമ്പറിൽ താൻ നിൽക്കുകയായിരുന്നു എന്നും അതുപോലെ അവിടെ അനേകം ഹൈബർനേഷൻ ചേമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നും അവിടെ താൻ ഓർക്കുന്ന ഏകമുഖം നേഴ്സ് പാമിൻ്റെതായിരുന്നു എന്നും തെരേസയോട് പറയുകയാണ് ജോൺസൺ. ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു മെഗനും ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാനുള്ളത്. എല്ലാം കേട്ട് തങ്ങളെ എന്തിന് സെലക്ട് ചെയ്തു എന്ന സംശയത്തിലിരിക്കുകയാണ് റീഡ്. മനുഷ്യവംശത്തിന്റെ അതിജീവനം നിരീക്ഷിക്കാൻ എന്ന് അതിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മെഗൻ. മറുവശത്ത് ഏകദേശം കാര്യങ്ങൾ ഊഹം കിട്ടിയ തെരേസ ജോൺസൺ കണ്ടതിനെക്കുറിച്ചും തങ്ങൾ എന്തിനിവിടെ വന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ താൻ കണ്ടുപിടിക്കാമെന്ന് അയാൾക്ക് വാക്ക് നൽകി ആ വീട്ടിൽ താമസിക്കണമെന്ന് അയാളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ വീടിന്റെ കീ നൽകി പോവുകയാണ്. ഈ സമയം ബോയ്സി കണ്ട് ഞെട്ടി ഇനി എന്ത് എന്ന് ഒരു വിടയില്ലാണ്ട് നിൽക്കുന്ന ഈതന് മുൻപിലേക്ക് ഒരു ഹെലികോപ്റ്റർ പറന്നു വന്ന് ലാൻഡ് ചെയ്യുകയാണ്. മറുവശത്ത് ഈ പരീക്ഷണങ്ങൾക്ക് പിന്നിലുള്ള ആളെ കുറിച്ച് വിവരിക്കുകയാണ് മെഗൻ. അതായത് നമ്മുടെ ഈ ഭൂമി, നമ്മുടെ പ്രകൃതി ഓരോരോ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്കെല്ലാം ഓരോരോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും അത്തരത്തിൽ 2000 വർഷങ്ങൾ കൂടി കഴിയുന്നതോടെ ആബീസ് ഉണ്ടാവുമെന്നും അന്നീ ലോകത്ത് ഒരിക്കൽ മനുഷ്യന്മാർ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായും മനുഷ്യവംശം നിലനിർത്താനും ഇതൊക്കെ മുൻപേ മനസ്സിലാക്കി ഒരാൾ വേവഡ് പൈൻസ് രൂപീകരിച്ചതാണെന്നും ആ ഗ്രേറ്റ് സയന്റിസ്റ്റിന്റെ പേര് ഡേവിഡ് പിൽച്ചർ എന്നാണെന്നും അറിയിക്കുകയാണ്. നിങ്ങൾക്കൊന്നും അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അദ്ദേഹം നിങ്ങളെയൊക്കെ കാണുന്നുണ്ട്. മനുഷ്യവംശത്തിന്റെ ഭാവിയായ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. കാരണം നിങ്ങളാണ് ഫസ്റ്റ് ജനറേഷൻ. അദ്ദേഹമാണ് നിങ്ങളുടെ സംരക്ഷകൻ എന്ന് വേൾഡ് വാറിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ചുമതല ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കുകയാണ് മെഗൻ. ഈ സമയം ഈതന് മുൻപിൽ ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഡോക്ടർ ജെങ്കിൻസ്. ഒരു മനുഷ്യനും ഇതിനു മുൻപ് ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല ഈതൻ. നിങ്ങൾ എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്തു. ഞാൻ ഡേവിഡ് പിൽച്ചർ
എന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ് ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങിയ ഡോക്ടർ ജെങ്കിൻസ്. അപ്പൊ ഇയാളാണോ പിൽച്ചർ എന്ന് തന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന ഇയാളെ ആയിരുന്നല്ലോ താൻ കെയ്റ്റിനോടൊക്കെ തിരഞ്ഞതെന്ന് ഓർത്ത് നിൽക്കുകയാണ് ഈതൻ. എന്നാൽ വേഗം അവിടുന്ന് പോകാമെന്ന് ഈതനെ ഹെലികോപ്റ്ററിലേക്ക് വിളിക്കുകയാണ് പിൽച്ചർ. അത് കേൾക്കാൻ കൂട്ടാക്കാതെ, ഇതൊക്കെ എന്ത് പരീക്ഷണമാണോ, അത് ബോയ്സി അല്ലെന്ന് എന്നോട് പറയല്ലേ, കാരണം ബോയ്സി എനിക്കറിയാം എന്ന് ആകെ കിറങ്ങി ഈതൻ മടിച്ചു നിൽക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിന് സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇന്ന് ഇവിടെ കാണുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാമല്ലോ ഈതൻ. നിങ്ങൾക്കറിയാമായിരുന്ന ആ ലോകം ഇനിയില്ല. നമ്മുടെ മനുഷ്യവർഗം പരിണാമം സംഭവിച്ച് മറ്റെന്തോ ആയി മാറി എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച് തന്നോടൊപ്പം വരാനും തങ്ങൾക്കൊരുമിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമാക്കാമെന്നും ഇനി അതല്ലെങ്കിൽ ഇവിടെ എന്താ ഉള്ളതെന്ന് ഈതനെ സ്വയം എക്സ്പ്ലോർ ചെയ്ത് പരീക്ഷിക്കാമെന്നും അറിയിക്കുകയാണ് പിൽച്ചർ. ഒരു വശത്ത് ഓറിയന്റേഷൻ ക്ലാസ്സിൽ തങ്ങൾ ഇന്നീ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും വീട്ടിൽ മറ്റുള്ളവരോടോ നാട്ടിലുള്ള മറ്റു മുതിർന്നവരോടോ പറയാൻ പാടില്ലെന്നും അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ നിയമം അവരുടെ ജീവന് ആപത്താണെന്നും ഭീഷണിപ്പെടുത്തുകയാണ് മെഗൻ. ഒരു വശത്ത് തിരിച്ച് ഓഫീസിലെത്തുന്ന തെരേസ അവിടെ തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള ഫയല് തിരഞ്ഞെടുത്ത് അതിൽ ഈതന്റെയും തന്റെയും പേരുകൾ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് വരുന്ന ബിൽ തെരേസ ഇന്ന് ജോലി ഭംഗിയായി ചെയ്തതിന് ഒരു സ്റ്റാർ എടുത്ത് അവരുടെ ഷോൾഡറിൽ വെച്ചു കൊടുക്കുകയാണ്. അയാളോട് ഇവിടെയുള്ള താമസക്കാർ എല്ലാം ഒരു ആക്സിഡന്റിന് ശേഷം ഇവിടെ താമസിക്കാൻ വരുന്നതിൽ എന്തോ പൊരുത്തക്കേടില്ലെന്ന് തിരക്കുകയാണ് തെരേസ. അത് കേട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയാൽ പീറ്ററിന്റെ ഗതി ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിച്ചു പോവുകയാണ് ബിൽ. ഈ സമയം ഓറിയന്റേഷൻ റൂമിൽ ഭാവി മനുഷ്യവംശത്തിന്റെ കാർന്നോന്മാരായി പുതിയതായിട്ട് സെലക്ട് ആയ ബെന്നിന്റെയും മറ്റു കുട്ടികളുടെയും ഫോട്ടോ എടുക്കുന്ന മെഗൻ അവർക്ക് മറ്റു വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വെൽക്കം ക്യാൻഡിൽ നൽകി സ്വീകരിക്കുകയാണ്. അതേസമയം കാട്ടിൽ ആബീസിന്റെ അലർച്ചകൾ അടുത്തു വരുന്നത് മനസ്സിലാക്കുന്ന പിൽച്ചർ ഈതനോട് വേഗം ഹെലികോപ്റ്ററിൽ കയറാൻ പറയുകയാണ്. അയാൾക്ക് പിന്നാലെ പോകുന്ന ഈതനെ കൈകൊടുത്ത് സ്വീകരിക്കുകയാണ് പാം. ആ ഹെലികോപ്റ്റർ ഉയർന്നു തുടങ്ങുന്നതും അവിടേക്ക് ആബീസ് ഓടിയെടുക്കുന്ന കാഴ്ച നോക്കി കാണുന്ന ഈതൻ ലോകമാകെ മാറി ഇല്ലാണ്ടായി എന്ന ആ സത്യവും കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ മെഗൻ പറഞ്ഞ ഈ കഥകളൊക്കെ സത്യമാണോ? ശരിക്കും മനുഷ്യവംശം അവസാനിച്ചോ? ഈ ഡേവിഡ് പിൽച്ചറും നഴ്സ് പാമും ഒക്കെ ശേഷിക്കുന്ന മനുഷ്യവംശത്തെ സംരക്ഷിക്കാനാണോ ശ്രമിക്കുന്നത്? വർഷം 4025 ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? കാത്തിരിക്കുക, കഥ തുടരും. Till then, it's your Hyra signing off. Bye.